വിഷ്ണു, ഇത് ഈ തെളിവെടുപ്പ് ഇങ്ങനെ തുടർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ കിട്ടിയ അസ്ഥികൾ അതിൽ 6 വർഷത്തെ പഴക്കം എന്നൊരു പ്രാഥമിക നിഗമനമാണോ? അങ്ങനെയെങ്കിൽ കൂടുതൽ കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണോ അത് കൊണ്ടുചെന്ന് എത്തുന്നത്? ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ കേസുകളിലൊന്നും 6 എന്നൊരു കണക്കില്ലല്ലോ. ക്രൈംബ്രാഞ്ചിന് നേരത്തെ തന്നെ അത്തരത്തിലൊരു സംശയമുണ്ട്. ഈ 4 കേസുകൾക്കപ്പുറത്തേക്ക് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് കൊലപാതകം നടത്തിയ ഒരാളാണോ എന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇയാളുടെ ഒരു സ്വഭാവമൊക്കെ പരിശോധിക്കുമ്പോൾ പോലീസിന് തന്നെ മനസ്സിലാവുന്നത് ഇയാൾ അത്തരം ഇങ്ങനൊരു സൈക്കോപാത്ത് സ്വഭാവമുള്ള ഒരാളാണെന്നാണ്. ഇപ്പോൾ ലഭിച്ച അസ്ഥികൾക്ക് 6 വർഷം പഴക്കം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. നിലവിൽ 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്, 2012 ഐഷയെ കാണാതാകുന്നത്, പിന്നീട് ഏറ്റവും അവസാനമാണ് ഇപ്പോൾ ഈ 2024 ഡിസംബർ അവസാനമാണ് നിലവിൽ ജൈനമ്മയെ കാണാതാകുന്നത്. ജൈനമ്മയുടെ കൊലപാതകമെന്നും അത് ജൈനമ്മയുടെ അസ്ഥികളായിരിക്കും അവിടുന്ന് കണ്ടെത്തിയെന്ന ഒരു പ്രാഥമിക വിലയിരുത്തൽ ക്രൈംബ്രാഞ്ചിനുണ്ട്. പക്ഷേ നിലവിൽ അതൊരു 6 വർഷത്തെ പഴക്കം പറയുമ്പോൾ അത് ആരുടെ അസ്ഥി എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനി എങ്ങനെയാണ് അത് സോർട്ട് ചെയ്യാൻ പോലീസ് ശ്രമിക്കുക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് ഇയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാളിൽ നിന്ന് തന്നെ ആ വിവരങ്ങൾ ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും അന്വേഷണ സംഘത്തിനുണ്ട്. ഒപ്പം ഈ വീടിനകത്തുള്ള ഒരു പരിശോധനയാണ് ഇനി ക്രൈംബ്രാഞ്ച് സംഘം ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ ഇപ്പോൾ ഈ പരിസരമൊക്കെ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്രയും തെളിവുകൾ മാത്രമാണ് ലഭിച്ചത്. ഈ അസ്ഥിയുടെ കഷ്ണങ്ങളും വസ്ത്രവും ഒരു കൊന്തയും മാത്രമാണ് ലഭിച്ചത്. ഇപ്പോൾ അശ്വിൻ പറഞ്ഞ ആ പ്രദേശത്ത് നടത്തിയ പരിശോധനയിലും എല്ല് പോലത്തെ ഒരു വസ്തു കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിനെല്ലാം അപ്പുറത്ത് ഈ ക്രൈംബ്രാഞ്ച് സംഘം വിലയിരുത്തുന്നത് ഈ വീടിനകത്ത് ഉള്ള അയാളുടെ മുറിക്കുള്ള അകത്തുള്ള പരിശോധനയാണ്. അത് ഒരുപക്ഷെ 2 ദിവസത്തിന് ശേഷമായിരിക്കും അവിടെ, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ടായിരിക്കും വീടിനകത്ത് ഒരു പരിശോധനയിലേക്ക് കടക്കുക. അവിടെ ഒരു മുറിയിൽ ഗ്രാനൈറ്റ് പാകിയിട്ടുണ്ട്. ആ ഗ്രാനൈറ്റ് പഴയ ഗ്രാനൈറ്റ് ആണ്. അത് പഴക്കം തോന്നിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. ഒരു ക്രൈം ബുദ്ധി അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് RDOയുടെ ഉത്തരവ് മേടിച്ച് അത് പൊളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് പൊളിക്കുന്നതോടുകൂടി അതുകൂടിയാണ് ഒരു ഫൈനൽ ഹോപ്പ് എന്ന രീതിയിൽ ക്രൈംബ്രാഞ്ച് കരുതി വെക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അത് പൊളിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടും എന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ കണക്ട് ചെയ്യാനായിട്ട് ക്രൈംബ്രാഞ്ചിന് സഹായകരം ആകുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നേരിടുന്ന വെല്ലുവിളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 തിരോധാന കേസുകൾ. ആ 4 തിരോധാന കേസുകളിലെ സ്ത്രീകളുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട്. അതിൽ ജൈനമ്മ എന്ന സ്ത്രീയെ കാണാതാകുന്ന ഘട്ടത്തിൽ അവരുടെ മൊബൈൽ ഫോൺ ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ഇയാൾ അത് ഉപയോഗിക്കുന്ന CCTV ദൃശ്യമുണ്ട്. ജൈനമ്മയുടെ ടവർ ലൊക്കേഷനും സെബാസ്റ്റ്യന്റെ ടവർ ലൊക്കേഷനും അവസാനമായി അവരെ കാണാതാകുന്ന ഘട്ടത്തിൽ എത്തിയത് ഈ കാണുന്ന പള്ളിപ്പുറത്തെ വീട്ടിലാണ്. അത് ഒരു തെളിവായി അവിടെയുണ്ട്. ജൈനമ്മയുടെ ഒരു മർഡറാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലും എടുത്തു. പക്ഷേ ഇത് സെബാസ്റ്റ്യൻ തന്നെ ചെയ്തത് എന്ന് ഉറപ്പിക്കാനായിട്ട് ഇനിയും ഉള്ള തെളിവുകളിലേക്ക് എത്താൻ ക്രൈംബ്രാഞ്ചിനായിട്ടില്ല. അതൊരു ഗംഭീര പ്രവർത്തനം തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് വേണ്ടി വരിക. അതിന്റെ ശ്രമത്തിലാണ് ഇപ്പോൾ അവരുള്ളത്.